ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പാടത്താളീൻ്റെ ഇല വെച്ചിട്ട് ഒരു താളി ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ പാടത്താളി എന്താണെന്ന് അറിയാത്തവർക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന ഈ ഒരു സാധനമില്ലേ, ഇതാണ് പാടത്താളി. ഇത് ഇത്രമാത്രം പോരാ, നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് ബാക്കി കൂടി താളി പറിച്ചിട്ട് വരാം. നമുക്കിത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണേ. അപ്പോൾ താളീൻ്റെ എല്ലാം ഞാൻ നല്ലോണം പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അത് കഴുകിയതിന് ശേഷം അലക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ഉരണ്ടിയെടുക്കാം. അപ്പോൾ അലക്കല്ലിൽ ഉരത്തുന്ന സമയത്ത് നമ്മൾ തീരെ വെള്ളം കൂട്ടുന്നില്ല. അത് ഓൾറെഡി കഴുകുന്ന സമയത്ത് ഉണ്ടായ അതേ വെള്ളത്തിലേക്ക് തന്നെയാണ് ഉരത്തുന്നത്. അതിൻ്റെ ഇലയും വള്ളിയെല്ലാം നല്ലോണം ഒന്ന് ഉടഞ്ഞ ശേഷം അത് ഈ ഒരു രൂപത്തിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ നീര് ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കാം. ഈ താളിയിലോട്ട് കറ്റാർവാഴേൻ്റെ ജെല്ല് കൂടി ചേർത്താൽ കുറച്ചുകൂടി ബെറ്ററായിരിക്കും. ആ നീര് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷം അതൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെച്ചാൽ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലോട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. താളി റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുടിക്കുണ്ടാകുന്ന അകാല നര മാറാനും പിന്നെ തലയിലെ താരൻ്റെ പ്രശ്നമുള്ളവർക്കും അതുപോലെ തന്നെ ഹെയർ റൂട്ട് സ്ട്രെങ്തൻ ചെയ്ത് മുടിക്ക് ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്ക് ടെക്സ്ചർ കൊടുക്കാനെല്ലാം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു താളിയാണ് കേട്ടോ പാടത്താളി. നമുക്ക് എന്താണെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു യൂസ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഈ പാടത്താളികൾ നമ്മുടെ വീടിന് ചുറ്റും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ശരീരത്തിൽ ചൂട് സമയത്തുണ്ടാകും, ചൂട് കൊണ്ടെല്ലാം ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അത് മാറാനായിട്ട് നമുക്ക് പാടത്താളീൻ്റെ ഇല അരച്ചിട്ട് കുരുള്ള ഭാഗത്തേക്ക് അപ്ലൈ ചെയ്താൽ ചൂടുവെള്ളം പെട്ടെന്ന് മാറും. താളി അപ്ലൈ ചെയ്തതിന് ശേഷം ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ കഴുകി കളയാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇതിന് ഓയിൽ താളി അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെയറിന് അധികം ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പാടത്താളീനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള അറിവുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കൂടി ചെയ്യണം. അപ്പോൾ താങ്ക് യു.